നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ അപ്പീൽ തള്ളിയിരിക്കുന്നു. ഹാൻസി ഫ്ലിക്കിൻ്റെ വിലക്ക് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. അടുത്ത 2 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഡെഗൗട്ടിലുണ്ടാവാൻ പറ്റില്ല. അടുത്ത 2 ലാലിഗ മത്സരങ്ങളിലാണ് അദ്ദേഹത്തിന് ബാൻ ഉള്ളത്. സംഗതി ഇന്ന് എഫ് സി ബാഴ്സലോണയ്ക്ക് കളിയുണ്ട് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരമാണ്. അതിന് പ്രശ്നമില്ല. അത് UCL ആണ്. ലാലിഗയിലാണ് വിലക്കുള്ളത്. ഇന്നത്തെ മത്സരം രാത്രി ഇന്ത്യൻ സമയം 1:30 ബാഴ്സലോണയുടെ മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു. അതേസമയം ലലീഗയിലെ കഴിഞ്ഞ മത്സരം റയൽ ബെറ്റീസിനെതിരെ, ആ കളിയിൽ ബാഴ്സലോണ കോച്ച് ഹൻസി ഫ്ലിക്ക് റഫറിയുടെ ആ ഒരു ഡിസിഷനിൽ പ്രതിഷേധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റെഡ് കാർഡ് ലഭിച്ചിരുന്നു. ഹൻസി ഫ്ലിക്ക് പറഞ്ഞു, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എന്നോട് തന്നെ സ്വയം പറഞ്ഞതാണ് എന്നല്ലാതെ ആരെയും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഹൻസി ഫ്ലിക്ക് പറഞ്ഞതെങ്കിൽ റഫറി പറഞ്ഞത്, റഫറിയുടെ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരുന്നത് ഹൻസി ഫ്ലിക്ക് ആ ടെക്നിക്കൽ ഏരിയ കോച്ചിന് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ വിട്ടുപോയി, എന്നിട്ട് റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിക്കുന്ന ജസ്റ്ററും മറ്റുമൊക്കെ കാണിച്ചു എന്നാണ്. ഏതായാലും അതിന് 2 മത്സരങ്ങളിലെ വിലക്ക് വരുമെന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ബാഴ്സലോണ അതിനെതിരെ അപ്പീൽ കൊടുത്തിരുന്നു. ആ അപ്പീലാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 2 മത്സരങ്ങളിൽ ബാഴ്സലോണയുടെ കോച്ചിന് വിലക്കാണ്. അടുത്ത 2 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ്. ലാലിഗയിൽ അടുത്ത കളി ലഗാനസിനെതിരെ ഡിസംബർ 16 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 അതിന് ശേഷമുള്ള കളി അതൊരു വമ്പൻ പോരാട്ടമാണ്. ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള പോരാട്ടമാണ്. നിലവിൽ നമുക്കറിയാം ബാഴ്സലോണ അവസാനമായി ലലീഗയിൽ കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 17 കളികളിൽ നിന്ന് 38 പോയിന്റോടെ അവർ ഒന്നാമതാണെങ്കിലും റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തൊട്ടുപുറകിലുണ്ട്. അവരൊക്കെ ബാഴ്സയേക്കാൾ ഒരു കളി കുറച്ചുമാണ് കളിച്ചിരിക്കുന്നത്. ഈ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യം നിലനിൽക്കെ ഹൻസി ഫ്ലിക്കിന് 2 മത്സരങ്ങളിൽ വിലക്ക് വരുമ്പോൾ അത് ബാഴ്സയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും വിലക്ക് ഇപ്പോൾ ഒഫീഷ്യലായിരിക്കുന്നു. അടുത്ത 2 മത്സരങ്ങൾക്ക്, ലലീഗയിലെ 2 മത്സരങ്ങൾക്ക് ഹൻസി ഫ്ലിക്ക് ഡെഗൗട്ടിലുണ്ടാവില്ല. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.